മധുരം നൽകിയവന് ഹൃദയം ചേർത്ത് വെച്ച വിജയത്തിൻ്റെ മധുരമാണ് പകരം നൽകിയതെന്ന് സ്റ്റാലിൻ. രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചും ഇന്ത്യ മുന്നണിയുടെ കടന്നുവരവിനെക്കുറിച്ചുമാണ് ഏറ്റവും സാഹോദര്യ സ്നേഹം നിറഞ്ഞ വാക്കുകളിൽ സ്റ്റാലിൻ നന്ദി പറഞ്ഞത്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപൂർവമായ സൗഹൃദ ബന്ധങ്ങളിലൊന്നായി സ്റ്റാലിൻ രാഹുൽ ഗാന്ധി ബന്ധം മാറുന്നു എന്നുള്ളത് അതിൻ്റെ പരിണിതി നോക്കിക്കാണുന്ന ആർക്കും മനസ്സിലാവുന്നൊരു സംഗതിയാണ്. സ്റ്റാലിൻ്റെ പിതാവ് കരുണാനിധി മതേതരവാദിയായിരുന്നു, ദേശീയവാദിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും തമിഴ്നാടിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന മുഖവുരയിൽ പല സന്ദർഭങ്ങളിലും പലതിനോടും സന്ധി ചെയ്യുകയും അല്ലെങ്കിൽ പലപ്പോഴും അധികാര രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളിൽ കക്ഷി ചേരാനും നേടാനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ MK സ്റ്റാലിൻ ആകട്ടെ അത്തരം ശീലമേയില്ല. മധുര മേയറിൻ്റെ കോർപ്പറേഷനായിരിക്കെ മുതൽ നിശ്ചയദാർഢ്യവും കരുത്തും മതേതരത്വ ഭാവവും എന്നും സ്റ്റാലിൻ്റെ മുഖവുരയാണ്, സ്റ്റാലിൻ്റെ മേൽവിലാസമാണ്. ആ മേൽവിലാസത്തിന് ഒരു ഭംഗവും വരാതെ ഇന്നും സൂക്ഷിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായേ ഉള്ളൂ അങ്ങനെ നേതാക്കൾ. ഒരുപക്ഷെ തേജസ്വി യാദവും ലല്ലു പ്രസാദ് യാദവും പിന്നെ ഉണ്ടാവുക MK സ്റ്റാലിനുമായിരിക്കുമെന്നതാണ് സത്യം. ആ സ്റ്റാലിനോട് ഏറ്റവും ഹൃദയപൂർവമായ സ്നേഹം എന്നും പുലർത്തിയിരുന്നു രാഹുൽ ഗാന്ധി. ഒരുപക്ഷെ അദ്ദേഹം സന്ദർശിച്ച സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തവണ ഒരു സംസ്കാരം എന്നുള്ള നിലയിൽ എല്ലാ പ്രസംഗത്തിലും ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ളത് തമിഴ് സംസ്കാരത്തെക്കുറിച്ചാണ്, ദ്രാവിഡ സംസ്കാരത്തെക്കുറിച്ചാണ്, അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ആദർശം, ഇന്ത്യയുടെ ആശയമെന്ന് എപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞാലും അതിൽ തമിഴ്നാട് പരാമർശിക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗവും കടന്നു പോകാറില്ലായിരുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ സ്നേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഭാവമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരവേളയിൽ രാഹുൽ ഗാന്ധി ചെയ്തത്. അദ്ദേഹം വാഹനത്തിൽ വരുന്ന വഴിയിൽ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു ബേക്കറിയിൽ തനിയെ കയറി കുറേ സ്വീറ്റ്സ് വാങ്ങി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനും രാഷ്ട്രീയ സഖ്യകക്ഷിയുടെ നേതാവെന്നതിലപ്പുറത്ത് സ്നേഹബന്ധങ്ങളുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കുവാൻ ആ മധുര പലഹാരം സ്റ്റാലിന് കൈമാറിയത്. സ്റ്റാലിൻ അതിനന്ന് മറുപടി നൽകിയത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആലിംഗനം ചെയ്തുകൊണ്ടാണ്. പിന്നീട് ഒരുമിച്ച് മുന്നണിയായി മത്സരിക്കുമ്പോഴും പല അസ്വാരസ്യങ്ങളും പ്രാദേശിക തലത്തിലുണ്ടായെങ്കിലും രാഹുലും പ്രിയങ്കയും ഒന്നും അതിന് വഴങ്ങിയില്ല. അവർ ആ നിലപാടുകൾക്കൊപ്പം നിന്നു. ഒടുവിൽ മികച്ച വിജയമാണ് തമിഴ്നാട് ഇന്ത്യ ബ്ലോക്കിന് നൽകിയത്, കോൺഗ്രസ്സിന് നൽകിയത്. അതാണ് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞത്. ആ മധുരത്തിന് വിജയമധുരം പകരമായി നൽകി. ഇത് കേവലം രാഷ്ട്രീയ ബന്ധമല്ല, ആദർശങ്ങൾ ചേർത്ത് വെച്ച സാഹോദര്യ ബന്ധമാണ് എന്ന് പറഞ്ഞത്. അത്തരമൊരു ബന്ധം മതേതര ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നതുമാണ്.